ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫിസിക്സ് ആണ്. എല്ലാവർക്കും അറിയാം, ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ആൾക്കാർ പറയുന്നത് ഫിസിക്സ് ഒരു ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അതാണ് ഇതാണ് അല്ലെങ്കിൽ പല ആൾക്കാർ പല ഹേറ്റേഴ്സും പറഞ്ഞു നടക്കാറുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ സബ്ജക്ട് എന്ന് പറയാനാണ് എനിക്ക് പലപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കൂടുതൽ കുറേ അധികം കാര്യങ്ങൾ സംസാരിക്കുന്നില്ല, വി ആർ ഗോയിങ് ഓൺ ടു ദ ടോപ്പിക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന SSLCയിലെ ആദ്യത്തെ ഫിസിക്സ് ചാപ്റ്റർ. യെസ്, എന്താല്ലേ ചാപ്റ്ററിന്റെ പേര് എന്താ ആദ്യം മനസ്സിലാക്കി വെച്ചാലോ? യെസ്, ചാപ്റ്ററിന്റെ പേര് വരുന്നത് സൗണ്ട് വേവ്സ് എന്നാണ്. സൗണ്ട് വേവ്സ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഉടനീളം നമ്മൾ എന്തിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? യെസ്, വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സൗണ്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം അല്ലെ, പലമാതിരി സൗണ്ടുകളുണ്ട്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കുറെ അധികം സൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ SSLC എക്സാമിനേഷനിൽ അഥവാ SSLC ഉള്ള കുട്ടികളുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മളെ. അപ്പോൾ SSLCയിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് നമ്മളെ ഫിസിക്സിലെ സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് സൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ. സൗണ്ടിനെ കുറിച്ചായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ റെഡി അല്ലേ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുക. യെസ്, വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് SSLC വിച്ച് ഈസ് സൗണ്ട് വേവ്സ്. അപ്പൊ നമ്മൾ സൗണ്ട് വേവ്സിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമ്മൾ പറയുന്ന ടൈപ്സ് ഓഫ് സൗണ്ട് ആണ്. പല മാതിരി സൗണ്ടുകൾ. അപ്പൊ അത് കുറച്ച് ആൾക്കാർ വന്നിട്ടല്ലോ ഇടാം. അപ്പൊ ടൈപ്സ് ഓഫ് സൗണ്ട് ഏതല്ലേ സൗണ്ട്? ഇച്ചങ്ങായിട്ട് അല്ലെ സൗണ്ട് നിങ്ങൾക്ക് അറിയില്ലേ? അല്ലേ പല ആൾക്കാർക്ക് അറിയുന്ന സൗണ്ടാണ്. നമുക്ക് പൂച്ചന്റെ സൗണ്ട് പറഞ്ഞാൽ എന്ത് സൗണ്ടാണ്? മ്യാവ് മ്യാവ്. പിന്നെ ഇത് ആടാണ്. ആടിന്റെ സൗണ്ട് എനിക്ക് വലിയ പിടുത്തമില്ലെങ്കിലും അങ്ങനത്തെ ഒരു സൗണ്ടാണ് ആടിന് ഉണ്ടാവാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നായിന്റെ ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അന്നെക്കാട്ടിയും കൂടുതൽ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്ന നായിന്റെ ശബ്ദങ്ങളും ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ നായിനെ പോലെ തോന്നാറുണ്ട്, ഇങ്ങനെ അവർ ചങ്ങായിമാർ പറയാറുണ്ട്. അപ്പൊ എന്താ നായിന്റെ ശബ്ദം നിങ്ങൾക്ക് അറിയാലോ, ബൗ ബൗ എന്ന രൂപത്തിലാണ് നായിന്റെ ശബ്ദം വരുന്നത്. ഇതല്ലാതെ വേറെയും പല ശബ്ദങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പല 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 ശബ്ദങ്ങളുണ്ട്. ചില ആൾക്കാർ രാത്രി കാണുന്ന പലമാതിരി ശബ്ദങ്ങളുണ്ട്. ഓക്കെ, ഒരാ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല ആവാനുള്ള ചാൻസസ്. സോറി നമ്മുടെ തെറ്റിലേക്ക് പോകാതെ നമ്മൾ പറഞ്ഞു വന്നത് സൗണ്ട്, ടൈപ്സ് ഓഫ് സൗണ്ടിനെ കുറിച്ചാണ്. അപ്പൊ ഇതിന്റെ ടൈപ്പ് ഓഫ് സൗണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ പൂച്ചന്റെ സൗണ്ട് നമുക്കറിയാം, ആ ആടിന്റെ സൗണ്ട് നമുക്കറിയാം, ആ നായിന്റെ സൗണ്ട് നമുക്കറിയാം. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് സൗണ്ട് അഥവാ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടൈപ്സ് ഓഫ് സൗണ്ട് ആണ്. ഓക്കെ, അത് ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ലേ, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലമാതിരി ശബ്ദങ്ങൾ. യെസ്, വി ആർ ഓൺ ടു ദ ടോപ്പിക്സ്. ആൻഡ് ആദ്യമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ച്. എന്തെല്ലാം മോഷന്റെ വേറെ ആൾക്കാർ അഥവാ എന്തെല്ലാം ചലനങ്ങളാണുള്ളത്? ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ മക്കളെ. മോഷൻ എന്ന് പറഞ്ഞ ചലനം എന്നാണ്. ചലനം എന്ന് പറഞ്ഞ മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലമാതിരി ചലനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. എത്ര ചലനങ്ങൾ ഉണ്ട്? അതെ, ചലനങ്ങൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്നാണ് പറയാൻ. ദർ ആർ 2 ടൈപ്സ് ഓഫ് മോഷൻ എന്നാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ശരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ പലമാതിരി മോഷൻസ് ഉണ്ട് മക്കളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചാണ്, അഥവാ 2 ടൈപ്പ് ചലനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഗോൾഡൻ എടുക്കാം. ഓക്കെ, യെല്ലോ കളർ. അപ്പൊ ഇത് ടൈപ്സ് ഓഫ് മോഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം മോഷൻ 2 ടൈപ്പ് ആണുള്ളത്. കണ്ട ഈ രണ്ട് കഷ്ണമായിട്ട് പോയാണ്ട. there are 2 types of motion. ആദ്യം നമുക്ക് ഇതിന്റെ പേരൊന്ന് പഠിച്ചു വെക്കാം. ആദ്യത്തെ മോഷനെ വിളിക്കുന്ന പേരാണ് പീരിയോഡിക് മോഷൻ എന്നാണ് വിളിക്കാൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആദ്യത്തെ ടൈപ്പ് മോഷൻ വിച്ച് ഈസ് പീരിയോഡിക് മോഷൻ. രണ്ടാമത്തെ ടൈപ്പ് മോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ യെസ്, രണ്ടാമത്തെ ടൈപ്പ് മോഷന്റെ പേരാണ് നോൺ പീരിയോഡിക് മോഷൻ. നോൺ പീരിയോഡിക് മോഷൻ. അപ്പോൾ എന്ന് പറഞ്ഞ 2 ടൈപ്പ് മോഷൻ ആണുള്ളത്. നമുക്ക് ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് മോഷനെ കുറിച്ച് പരിചയപ്പെടാനായിട്ടുള്ളത്. ഒന്നിന്റെ പേര് പീരിയോഡിക് മോഷൻ, രണ്ടാമത്തെ പേര് നോൺ പീരിയോഡിക് മോഷൻ. അപ്പൊ 2 മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നത്, സാറേ ഇതെല്ലാം എന്താണ്? വെയിറ്റ് എന്താണ് പീരിയോഡിക് എന്ന്, ഒന്ന് എന്താണ് നോൺ പീരിയോഡിക് എന്ന് സാർ ഇപ്പൊ പറഞ്ഞേ. യെസ്, വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഫസ്റ്റ് സാധനം വിച്ച് ഈസ് പീരിയോഡിക് മോഷൻ. ആദ്യം നമുക്ക് പഠിക്കാനുള്ള പീരിയോഡിക് മോഷൻ എന്താണുള്ളത്. അപ്പൊ നോക്കിയാലോ എന്താ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില മോഷൻ ഇല്ലേ കറക്റ്റ് സമയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ഇല്ലേ, ഒരേ സമയത്തിൽ തന്നെ ഇങ്ങനെ വീണ്ടും നടക്കുന്ന മോഷൻ ഇല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ രാവിലെ ആവുക രാത്രി ആവുക അല്ലേ, രാവിലെയും രാത്രി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ രാവിലെ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇങ്ങനെ കഴിഞ്ഞാൽ രാവിലെ ഇങ്ങനെ കഴിഞ്ഞാൽ രാത്രി. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ. ചില മോഷൻ കറക്റ്റ് സമയത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില മോഷൻ എൻ്റെ കൂടെ തന്നെ പറഞ്ഞേ, ചില മോഷൻ കറക്റ്റ് സമയത്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാ പീരിയോഡിക് മോഷൻ എന്താ അറിയോ? ഒരു മോഷൻ റെഗുലർ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്താൽ, കണ്ട റെഗുലർ ടൈം ഇന്റർവെൽ ഒരേ സമയത്ത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ. അപ്പൊ ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, ചില മോഷന് അല്ലെങ്കിൽ മോഷൻ എപ്പോഴാണ് പീരിയോഡിക് മോഷനായി മാറാൻ? ആ മോഷൻ റെഗുലർ ടൈം ഇന്റർവെല്ലിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ മക്കൾക്ക്? സിമ്പിൾ അല്ലേടാ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷനിലോട്ട് വന്നാലോ? ഡെഫിനിഷൻ സിമ്പിൾ ആണ്. ഓക്കെ, എന്താണല്ലേ? ദ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇൻ എ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം.
ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ. അതിനല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ ഒരു റെഗുലർ സമയത്ത് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻ ഈസ് കോൾഡ് എന്താ പറയാൻ ഈസ് കോൾഡ് ആസ് പീരിയോഡിക് മോഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. പീരിയോഡിക് മോഷന്റെ ഒരു എക്സാമ്പിൾ ഷെയർ പറഞ്ഞിട്ടെ. ഇപ്പൊ രാമു പറയുന്നത് കൈ രാമു 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 ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾ പറയണേ അത് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണോ എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ, രാമു പറയുന്നത് എങ്ങായി ഒരു റൗണ്ട് ഓടി കളിക്കുന്നത്, അതായത് സർക്കിൾ, അഥവാ നമ്മളെ ഒരു സ്റ്റേഡിയത്തിൽ പോയി രാമു സ്റ്റേഡിയത്തിൽ പോയിട്ട് ഓടി കളിക്കാൻ. രാമു ഒരു പ്രാവശ്യം ഓടാനില്ലേ ഒരു സർക്കിൾ ഓടാൻ ഒരു റൗണ്ട് ഓടാൻ 5 മിനിറ്റ് എടുക്കുന്നത്. രാമു ഒരു റൗണ്ട് ഓടാൻ 5 മിനിറ്റാണ് എടുക്കുന്നത്. അപ്പൊ രാമു നേരെ പോയി സ്റ്റേഡിയത്തിൽ പോയി രാമു ഓടാൻ തുടങ്ങി. രാമു ഒരു റൗണ്ട് ഓടാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നത് 5 മിനിറ്റ് എടുക്കുന്നത്. അങ്ങനെ രാമു രണ്ടാമത്തെ റൗണ്ട് ഓടി. ആദ്യത്തെ റൗണ്ട് ഓടിയേ, രണ്ടാമത്തെ റൗണ്ട് ഓടി നോക്കുമ്പോ അതിനും ചങ്ങായി 5 മിനിറ്റ് തന്നെ എടുക്കുന്നത്. സെയിം ടൈം തന്നെയാണല്ലോ. അപ്പൊ രാമു രണ്ടാമത് ഓടി, രണ്ടാമത് എത്ര മിനിറ്റ് തന്നെ 5 മിനിറ്റ് തന്നെ. അങ്ങനെ രാമു മക്കളെ മൂന്നാമത് ഓടി, അപ്പോ രാമു എന്തെന്നെ 5 മിനിറ്റ് തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ രാമു ഓടിയിട്ടുള്ളത്, നമ്മളെ രാമു എന്ന് പറയുന്ന ഈ ചങ്ങായി ഓടിയിട്ടുള്ളത് ഒരു പീരിയോഡിക് മോഷൻ ആണോ ഒരു നോൺ പീരിയോഡിക് മോഷൻ ആണോ? മക്കളെ അഭിപ്രായം തന്നെ പറയൂ കമന്റ് ബോക്സിൽ വന്ന് പറയൂ മക്കളെ. അതെ ശരി, രാമു ഓടിയിട്ടുള്ളത് എന്താണ് പീരിയോഡിക് മോഷൻ ആണ്. എങ്ങനെ മനസ്സിലായത്? കറക്റ്റ്, ദ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ എന്തിനെ കുറിച്ച് പീരിയോഡിക് മോഷനെ കുറിച്ച് മറക്കണ്ട. ദ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം ഈസ് നോൺ ആസ് പീരിയോഡിക് മോഷൻ. അപ്പൊ അങ്ങനെ പീരിയോഡിക് മോഷന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരെ പോകണം നോൺ പീരിയോഡിക് മോഷൻ. എന്താണ് നോൺ പീരിയോഡിക് മോഷൻ? എടാ പീരിയോഡിക് മോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല അല്ലേ. മറ്റേതെന്തായാലും പീരിയോഡിക് മോഷൻ എന്തേനു മോഷന് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ അതിന് എന്താ പറയും പീരിയോഡിക് മോഷൻ എന്ന് പറയും. അപ്പൊ എന്താ നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഷന് റെഗുലർ ടൈം ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറയും. കോമൺ സെൻസ് അല്ലേ, നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ എന്തായി, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ പോയി വന്നിട്ടില്ല ഇവിടെയല്ല. ഓക്കെ, ആടുന്ന് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ നമുക്ക് വീട് നിർത്തി നോക്കാം. ഓക്കെ, ഇപ്പൊ കിട്ടി. അപ്പൊ എന്താ എപ്പോഴാണ് ഒരു സാധനം പീരിയോഡിക് ആവാൻ അല്ലെങ്കിൽ നോൺ പീരിയോഡിക് ആവാൻ നിങ്ങൾ നോക്കിയാലോ നമുക്ക്. ഓക്കെ, അപ്പൊ എന്താ നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മോഷൻ റെഗുലർ ടൈം ഇന്റർവെല്ലിൽ എന്ത് ചെയ്യുന്നില്ല കറക്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാൻ നോൺ പീരിയോഡിക് മോഷൻ. ഡെഫിനേഷൻ സിമ്പിൾ ആയിരിക്കൂലേ. എന്താ ഡെഫിനേഷൻ നോക്കിയാലോ? ദ മോഷൻ വിച്ച് ഡസ് നോട്ട് റിപ്പീറ്റ് ഇൻ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ഈസ് നോൺ ആസ് നോൺ പീരിയോഡിക് മോഷൻ. പീരിയോഡിക് മോഷൻ കാണേത് സോറി മക്കളെ നോൺ പീരിയോഡിക് മോഷൻ. സംഭവം ഇവിടെ നമ്മൾ എഴുതുമ്പോൾ നോൺ പീരിയോഡിക് PPT ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു തെറ്റ് പറ്റിയത്. ഓക്കെ, അപ്പൊ എന്താണ് നോൺ പീരിയോഡിക് മോഷൻ മനസ്സിലായല്ലേ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് ഡസ് നോട്ട് റിപ്പീറ്റ്. ഡസ് നോട്ട് റിപ്പീറ്റഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി. എന്താണ് നോൺ പീരിയോഡിക് മോഷൻ മനസ്സിലായി. നോൺ പീരിയോഡിക് മോഷന് ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളെ രാമുടത്തിന്റെ അടുത്ത് ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്രാവശ്യം രാമു ഓടാൻ പോയി, രാമു പിന്നെ ഓടാൻ പോയി. രാമുവിനെ കൊണ്ട് എന്ത് ഇടങ്ങാറുള്ളൂ. അപ്പൊ രാമു ഓടാൻ പോയി. രാമു എന്തേര് വീണ്ടും റൗണ്ട് ഓടാൻ പോയി. മറ്റേ സ്റ്റേഡിയത്ത് ചങ്ങായി ഒരു റൗണ്ട് 5 മിനിറ്റ് കൊണ്ട് ഓടി. ഒരു റൗണ്ട് 5 മിനിറ്റ് കൊണ്ട് ചങ്ങായി രണ്ടാമത്തെ റൗണ്ട് ക്ഷീണം പിടിച്ച്. രണ്ടാമത്തെ റൗണ്ട് 7 മിനിറ്റ്. മൂന്നാമത്തെ റൗണ്ട് പിന്നെയും ക്ഷീണം പിടിച്ച്. മൂന്നാമത്തെ റൗണ്ട് 12 മിനിറ്റ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ടൈം ഇന്റർവെല്ലാണോ ഇത് നടക്കുന്നത്? അല്ലല്ലേ. ഡസ് നോട്ട് റിപ്പീറ്റഡ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. ഇത് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിലല്ല. ആ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിലാണെങ്കിൽ എല്ലാം 5 മിനിറ്റ് ആയിരിക്കണം. ഇവിടെ 5, 7, 12 അല്ലെ, വേറെ ടൈം ഇന്റർവെല്ലാണ്. അപ്പൊ ഈ മോഷൻ നമ്മൾ എന്താ പറയാൻ? യെസ്, വി കോൾ ഇറ്റ് ആസ് നോൺ പീരിയോഡിക് മോഷൻ. അപ്പൊ ഇതാണ് മക്കളെ നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ എല്ലാവർക്കും എന്ത് മനസ്സിലായി? പീരിയോഡിക് മോഷനും നോൺ പീരിയോഡിക് മോഷനും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നേരെ പോകണം അടുത്ത ടോപ്പിക്കിലോട്ട് അല്ലേ. എന്താണല്ലേ? യെസ് ഓസിലേറ്ററി മോഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഓസിലേറ്ററി മോഷൻ. ഇത് കണ്ട മക്കൾ ഏതാ ഒരുത്തന്നെ ആടി കളിക്കുന്ന മോനെ ആട്ടം തന്നെ അല്ലേ, രാവിലെ തന്നെ ആട്ടി കളിക്കുന്ന. സോറി മക്കളെ, നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഓസിലേഷൻ? അതാണ് ഞാൻ ഇവിടെ കാണിച്ചു വെച്ചല്ലോ മക്കളെ. ഇതിനെയാണ് ഓസിലേഷൻ പറയുന്നത്. ഇതേപോലെ നമ്മൾ പല സാധനങ്ങൾ ഇങ്ങനെ ആട്ടലില്ലല്ലേ. എന്തെല്ലാം ആട്ടൽ നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ എന്തെല്ലാം നമ്മൾ ഇങ്ങനെ ആട്ടി കളിക്കല്. അതെ, ഊനാലാട്ടം. ശരിയാണ്, ഊനാലാട്ടാറുണ്ട്. വേറൊന്നും പറയണത് വേറെ പലതും നിങ്ങൾ ആട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കും അല്ലേ. അല്ല മക്കളെ, ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത്, ഞാൻ വേറെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞെടുത്ത് ഇത്രയാണ് ഓസിലേറ്ററി മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്ന ഓസിലേഷൻ പറഞ്ഞാൽ എന്താ കേട്ടോ. ഓസിലേഷൻ കണ്ടിങ്ങനെ മുന്നോട്ടും ബാക്കോട്ടും പോയി കളിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഓസിലേഷൻ പറയാൻ കണ്ട. മുന്നോട്ട് ബാക്കോട്ട് പോയി കളിക്കാൻ ഇതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയാൻ. ഓക്കെ, ചങ്ങായി ഓടി കളിക്കുന്നുണ്ട്.
അപ്പൊ എന്താ ഓസിലേഷൻ മനസ്സിലായി? ഇറ്റ് ഈസ് ദ മുന്നോട്ട് ആൻഡ് ബാക്കോട്ട് പോവൽ. ഇതിനെയാണ് ഓസിലേഷൻ പറയുന്നത്. ഇനി ഇത് കറക്റ്റ് സമയത്താണോ പോവാന്? അത് നമുക്ക് അറിയണ്ടല്ലേ. ഇത് കറക്റ്റ് സമയത്താണോ സാറേ ഈ മുന്നോട്ട് ബാക്കോട്ട് പോയി കളിക്കുന്ന കറക്റ്റ്? യെസ്, ഇത് കറക്റ്റ് സമയത്തായിരിക്കും. അത് മുന്നോട്ടേക്ക് 1 മിനിറ്റ് ആണെങ്കിൽ ബാക്കോട്ടേക്ക് 1 മിനിറ്റ്, അല്ലെങ്കിൽ ടോട്ടൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് കറക്റ്റ് സമയത്താണ് റിപ്പീറ്റ് ചെയ്യാൻ. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, പിന്നെ 2 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. അതായത് ഈ ഓസിലേറ്ററി മോഷന്റെ ഒരു പ്രത്യേകത, അത് കറക്റ്റ് സമയത്താണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാൻ. എക്സാമ്പിൾ, നമ്മളെ ക്ലോക്കിലുള്ള പെൻഡുലം കണ്ടില്ലേ? ആ പെൻഡുലം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആടുന്നുണ്ടില്ലേ? ആടുന്നുണ്ടില്ലേ? അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ഈ ഓസിലേറ്ററി മോഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ടും ബാക്കോട്ടും ആണ് പോവാന്. രണ്ടാമത്തത്, അതൊരു പീരിയോഡിക് മോഷൻ ആണ്. അത് കറക്റ്റ് സമയത്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 പ്രത്യേകത മനസ്സിലായില്ലോ എന്ന് പറഞ്ഞേ. ഓസിലേറ്ററി മോഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നോട്ടും ബാക്കോട്ടും ആണ് പോവാൻ. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീരിയോഡിക് മോഷൻ ആണ്. അപ്പൊ ഇത് 2 ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ അല്ലെ? അപ്പൊ ശ്രമിക്കാം. പിടിച്ചോ. അപ്പൊ ഇത് വെച്ചിട്ട് ഇതാ പറയുന്നത്, ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. ഓസിലേഷൻ ഒരു പീരിയോഡിക് മോഷൻ ഞാൻ പറഞ്ഞല്ലോ അല്ലെ. ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്ന ഒരു പീരിയോഡിക് മോഷൻ ആണ്. അത് നമ്മൾ പറഞ്ഞതാണ് മക്കളെ. അത് കഴിഞ്ഞ് ഇനി എന്താ? ഇൻ വിച്ച്, അതിന്റെ പ്രത്യേകത എന്താ? ഇൻ വിച്ച് ദ ഒബ്ജക്ട് മൂവ്സ്. എങ്ങോട്ടേക്കാ? ബാക്കോട്ട് ആൻഡ് മുന്നോട്ട് അല്ലെ. ഇവിടെ ബാക്കോട്ട് ആൻഡ് മുന്നോട്ട് എന്നല്ല നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ, ടു ആൻഡ് ഫ്രോ എന്നാണ് പറയാൻ. ടു ആൻഡ് ഫ്രോ. അതെന്താ അർത്ഥം പറഞ്ഞാൽ മുന്നോട്ട് ബാക്കോട്ട് പോകുന്നതിന് വിളിക്കുന്ന പേരാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് ടു ഫ്രോ, മുന്നോട്ടും ബാക്കോട്ടേക്കും പോകുന്നതിന് വിളിക്കുന്ന പേരാണ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ അറ്റ് എ റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. കാരണം ഇത് പീരിയോഡിക് മോഷൻ ആണ്. നമുക്കറിയാം പീരിയോഡിക് മോഷൻ കറക്റ്റ് സമയത്താണല്ലേ നടക്കാൻ. അബൌട്ട് ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, സാറേ ഇതെന്താ ഇത് മാത്രം മനസ്സിലായിക്കില്ല. വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓസിലേറ്ററി മോഷനെ കുറിച്ച് അറിയാനുള്ള. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി, ഓസിലേറ്ററി മോഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ ഇൻ വിച്ച് ദ ഒബ്ജക്ട് ഈസ് മൂവിങ് ടു ആൻഡ് ഫ്രോ ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഓസിലേറ്ററി മോഷൻ സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് സാറിന് കണ്ട ഒരു പീരിയോഡിക് മോഷൻ ആണ്. ഏത് മോഷൻ? ഓസിലേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ 3 കിടിലൻ എക്സാമ്പിൾസ് സാർ വെച്ചിട്ടുള്ള. ഒന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് എ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിന്റെ പെൻഡുലം, അതായത് ക്ലോക്കിന്റെ പെൻഡുലം എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ ഒന്ന് തൂങ്ങി കിടക്കുന്ന ഒരു സാധനം ഇല്ലേ? ഒരു ഉണ്ട പോലത്തെ സാധനം ഇങ്ങനെ ക്ലോക്കിന്റെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെൻഡുലം എന്ന് പറയുന്നത്. പെൻഡുലം ഓഫ് എ ക്ലോക്ക് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറഞ്ഞ സാധനം പല ആൾക്കാർക്ക് ചിലപ്പോൾ അറിയൂലായിരിക്കും. പക്ഷേ ടെൻഷൻ അടിക്കണ്ട, ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ചിരിച്ചിരിക്കൂ. ട്യൂണിംഗ് ഫോർക്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിശേഷങ്ങളും നമ്മൾ പറയുന്നതാണ്. മൂന്നാമത്തത് അറിയാത്തതായിട്ട് ആരുമില്ല, സ്വിംഗ് ഇൻ എ പാർക്ക്. ഊനാല് പാർക്കിലുള്ള ഊനാല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഊനാലിനെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഓസിലേറ്ററി മോഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഊനാലിനെ കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഊനാലിലാണ്ട് ഓക്കേട്ടാ എല്ലാവർക്കും അടിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇനി എന്താണ്? ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഓസിലേഷൻ. ഓസിലേഷനെ നമ്മൾ അളന്ന് മുറിച്ച് കാണാൻ പോവാൻ, ഡയഗ്രമാറ്റിക് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് ഓസിലേഷൻ. ഓക്കെ, അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ശരിക്കും ഇതിന്റെ ഒരു പിന്നെയും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ സാർ ഓസിലേഷൻ എന്തായാലും നമുക്ക് കണ്ട് മനസ്സിലായ ആൾക്കാരാണ്. എന്നാൽ കൂടി മക്കളെ എനക്കൊരു കാര്യം പറയാനുണ്ട്, എന്നാലും ശരിയാവാന്നല്ലേ? ഇവിടെ കണ്ട ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെ പ്രസന്റേഷൻ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇത് ആദ്യം കണ്ട ഈ മേലെ കണ്ട സാധനം കണ്ട ഒരു പഠിക്കണോ? ഓക്കെ, അതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്നാണ് പറയാനേ. അത് സസ്പെൻഡ് ഇത് ഇത്രയും ഡീപ്പിലൊന്നും പറയണ്ടേ, ജസ്റ്റ് അറിഞ്ഞു നോക്കാനേ. അവിടെയാണ് തൂക്കിയിട്ടത്, അതാണ് ഉദ്ദേശിച്ച പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇതണ്ട ഈ പോയിന്റ് നേരെ താഴോട്ടേക്ക് വന്നിട്ടൊരു സ്ഥലം കണ്ട, നേരെ താഴോട്ടേക്ക് വന്ന സ്ഥലം മക്കളെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ പൊസിഷൻ എന്നും പറയും, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും. ഇതാ നേരത്തെ സാറ് പറഞ്ഞ മറ്റേ എന്താ മീൻ പൊസിഷൻ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലോ. അതായത് നമ്മളെ തൂക്കിയിട്ടെടുത്തുനിന്ന് നേരെ താഴോട്ടേക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയും, മീൻ പൊസിഷൻ എന്നും പറയാറുണ്ട്. ഇനി ഇത് കണ്ട ഇതിങ്ങനെ പൊന്തിയിട്ടൊരു സ്ഥലത്ത് വന്നാണ്ടാ, ഇവിടുന്ന് ഇങ്ങനെ പൊന്തിയിട്ടുള്ള കണ്ട ഒരു മാക്സിമം വേറെ സ്ഥലത്തേക്ക് എത്തിയാണ്ട ഇതിങ്ങനെ കുന്തി മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും പോവാൻ. അപ്പൊ ഏറ്റവും മേലെ വന്നാണ്ടാ ഇതിനെയാണ് നമ്മൾ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയാൻ. എക്സ്ട്രീം ആയിട്ടുള്ള പൊസിഷൻ എന്നാണ് നമ്മൾ ഇങ്ങനെ പറയാൻ. ഇനി ഇത് മുന്നോട്ട് എന്ന പോലെ എന്ത് ചെയ്യും? ഓസിലേഷൻ അല്ലേ, മുന്നോട്ടും പോകണം ബാക്കോട്ടും പോകണം അല്ലേ? അപ്പോൾ ബാക്കോട്ടും ഇതേപോലെ ഒരു പൊന്തിയ സ്ഥലം ഉണ്ടാവും അല്ലേ? ഇത് നമ്മൾ എന്താ പറയാൻ? യെസ്, ഇതിനെയും എക്സ്ട്രീം പൊസിഷൻ എന്ന് തന്നെയാണ് പറയാൻ. അപ്പൊ ദിസ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദി ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഓസിലേറ്ററി മോഷൻ എന്തെങ്കിലും വരച്ച് കാണിക്കാൻ. ഇപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് മനസ്സിലായി, എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ അഥവാ മീൻ പൊസിഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. മീൻ പൊസിഷൻ, അതായത് നടുക്കുള്ള
ഈ നടുക്കുള്ള സ്ഥലം ഉണ്ടല്ലോ, നടുക്ക് വന്നിങ്ങനെ തൂങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രീം പൊസിഷൻ എന്താ മനസ്സിലായി, ഇപ്പുറത്തെ എക്സ്ട്രീം പൊസിഷൻ എന്താ മനസ്സിലായി അല്ലേ? അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, യെസ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്ന സംഭവം മനസ്സിലായി. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണല്ലേ, ദ ബേസിക് ടേംസ് റിലേറ്റഡ് ടു ഓസിലേഷൻ, ഓസിലേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില അടിസ്ഥാന ടേമുകൾ, അടിസ്ഥാന ആൾക്കാർ. ഓക്കെ, എല്ലാത്തിനും ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, അടിസ്ഥാനം. അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാനം എന്താ, ആൽഫബറ്റ്സ് ആണ്, ABCDEFGHIJKLMNP. അപ്പൊ അതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്, ആൽഫബറ്റ്സ് ആണ് ഇംഗ്ലീഷ് ഭാഷയുടെ എന്തെന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഓസിലേഷൻ പഠിക്കുമ്പോൾ ഓസിലേഷനുമായി അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ടേംസ് നമുക്കുണ്ട്. അതാണ് ഈ 3 ടേമുകൾ. ഏതെല്ലാം അല്ലേ, യെസ്, അതാണ് ഇവർ 3 ആൾ. ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർ 3 ആൾ, പച്ച ചോപ്പ് ചോപ്പ് എടുക്കാം നമുക്ക്, പിടിച്ചോ. അപ്പൊ ഇവരിൽ 3 ആൾക്കാരും ഓസിലേഷൻ പഠിക്കണമെങ്കിൽ ഇവരെ 3 ആൾ ഇങ്ങൾക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അതിനാണ് ആരെല്ലാം, ഒന്ന് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന സുഹൃത്ത്, 1 ഈസ് ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് രണ്ടാമത്തെ സുഹൃത്ത് ഈസ് ടൈം പീരീഡ്. രണ്ടാമത് ടൈം പീരീഡ് എന്താ അറിയണം. അപ്പോൾ ഒന്ന് ആംപ്ലിറ്റ്യൂഡ് എന്താ അറിയണം, രണ്ടാമത് ടൈം പീരീഡ് എന്താ അറിയണം. ഇനി മൂന്നാമത് അറിയേണ്ട ഒരാളാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ അറിയണം, ഫ്രീക്വൻസി എന്താ അറിയണം, ഫ്രീക്വൻസി എന്താണെന്ന് അറിയണം. അപ്പൊ 3 ആൾക്കാരെയാണ് നമുക്ക് അറിയേണ്ടത്. ഏതെല്ലാം ഒന്ന് പറഞ്ഞേ, ആംപ്ലിറ്റ്യൂഡ് അറിയണം, രണ്ടാമത്തെ ടൈം പീരീഡ് അറിയണം, മൂന്നാമത്തെ ഫ്രീക്വൻസി അറിയണം. അപ്പൊ ഓസിലേഷൻ അറിയണമെങ്കിൽ, ഓസിലേഷന്റെ കാര്യങ്ങൾ വിശദമായി നമ്മൾ പഠിക്കണമെങ്കിൽ 3 ആൾക്കാർ നമുക്ക് അറിയണം. ആരെല്ലാം ഒന്ന് കൂടെ പറഞ്ഞ മക്കളെ, ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തെ ടൈം പീരീഡ്, മൂന്നാമത്തെ ഫ്രീക്വൻസി. അപ്പോൾ 3 ആൾക്കാരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നേക്കല്ലേ, അപ്പൊ ഇതിനെ കുറിച്ചെല്ലാം പഠിക്കണം. എന്തായാലും ഇത് 3 അറിയണം എന്ന് പറഞ്ഞാൽ ഇത് 3 പഠിക്കണ്ടല്ലേ. പക്ഷെ ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരാൾ അറിയാനുണ്ട്. യെസ്, എന്താണ്, വാട്ട് ഈസ് വൺ ഓസിലേഷൻ, എന്താണ് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ, ആരാ ഓസിലേഷൻ, എപ്പോഴാ ഒരു ഓസിലേഷൻ ഒന്നായി എന്ന് പറയാൻ, അതിനെക്കുറിച്ച് നമുക്ക് അറിയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എപ്പോഴാണ് ഒരു ചെങ്ങായി ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്ത് എന്ന് നമ്മൾ പറയാൻ. ഓക്കെ, അതിന് നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിൾ സാധനമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം. എൻ്റെ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമാണ്, ഇതെൻ്റെ ഊനാല വിചാരിക്കാൻ. ഓക്കെ, ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ഊനാല. സാർ എന്ത് ചെയ്തു, ഇത് ബാക്കോട്ടേക്ക് പൊന്തിച്ച്, നമ്മളങ്ങനെ അല്ലല്ലേ ഒരു ഊനാൽ എങ്ങനെ നമ്മൾ ആട്ടാനെ ബാക്കോട്ടേക്ക് ഇങ്ങനെ പൊന്തിക്കും. അപ്പോൾ ഇത് ഈടെയാണ് എൻ്റെ ഊനാലുള്ളത്, ശ്രദ്ധിച്ചു. ദിസ് ഈസ് മൈ ഊനാൽ. ഞാൻ ഇത് ബാക്കോട്ടേക്ക് പൊന്തിച്ചല്ലേ, ബാക്കോട്ടേക്ക് പൊന്തിച്ചു. എൻ്റെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇടെത്തി. ഇനി ഞാൻ വിടൂലേ, വിട്ടാൽ എന്താ സംഭവിക്കാൻ, വിട്ട് കഴിഞ്ഞാൽ ഇത് മുന്നോട്ടേക്ക് ഇങ്ങനെ പോലെ, മുന്നോട്ടേക്ക് പോകും, എൻ്റെ ഇങ്ങോട്ടേക്ക് വരും, ബാക്കോട്ടേക്ക് വരും. തുടങ്ങിയിട്ട് തന്നെ എത്തിയാൽ, അതായത് നമ്മൾ ഈടിയാനും ഉണ്ടായത് നമ്മൾ ബാക്കോട്ടേക്ക് പുഷ് ചെയ്ത് വിട്ട് നേരെ മുന്നോട്ടേക്ക് പോയി ബാക്കോട്ടേക്ക് വന്ന്. ഇത് കണ്ട, ഇത് ഈടുന്നല്ലേ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നേ, നമ്മൾ ഈടുന്നല്ലേ വിടുന്നേ. ഈ വിട്ടട് തന്നെ തിരിച്ചെത്തിയാൽ, ഇങ്ങ് വരെ പോയിട്ട് വിട്ടട് തന്നെ തിരിച്ചെത്തിയാൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാ വൺ ഓസിലേഷൻ എന്ന് പറയാൻ, ഒരു ഓസിലേഷൻ. അപ്പൊ ശ്രദ്ധിച്ചോളെ, ഒരു ഓസിലേഷൻ സാർ ഇപ്പൊ കാണിച്ചാലേ, നടുക്ക് നിൽക്കുന്നു, വിട്ടു, അപ്പൊ മുന്നോട്ടേക്ക് പോയി, ഒരു ഓസിലേഷൻ, അടുത്ത് വീണ്ടും പോയി, 2 ഓസിലേഷൻ. അപ്പൊ ഇതാണ് ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവർക്കും ഓസിലേഷൻ എന്താണ്, ഒരു ഓസിലേഷൻ എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഓസിലേഷൻ, ഇതിനെക്കാട്ടി നല്ല എക്സാമ്പിൾ കാണിച്ചുതരാം. നമുക്ക് ഒരു ഫിഗർ ഉണ്ട്, നല്ല മൂവ് ചെയ്യുന്ന സാധനം, ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഓസിലേഷൻ വേഗം പിടിക്കാൻ പറ്റുന്നത്. പിടിച്ചോളെ, പിടിച്ചോ മക്കളെ. ഓസിലേഷൻ എന്താ, ഇവിടെ തുടങ്ങിയില്ലേ, ചെങ്ങ ഈടുന്നല്ലേ തുടങ്ങിയേ. അപ്പൊ 1 2 3 4. അപ്പൊ ഇതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഓസിലേഷൻ മനസ്സിലായില്ലേ? എടാ ഓസിലേഷൻ മനസ്സിലായ നേരെ പോയി താഴ്ന്ന ഒരു പുക്കുറ്റിങ് പൊട്ടിച്ച ഒരു പുകുറ്റിലെ കിടന്ന പോലത്തെ ഒരു പുക്കുറ്റിങ് പൊട്ടിക്ക്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്ത് മനസ്സിലായിട്ടുണ്ട്, ഓസിലേഷൻ എന്താ മനസ്സിലായിട്ടുണ്ട്. ഇനി ഓസിലേഷന്റെ പ്രശ്നമാക്കണ്ട ആരും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഓസിലേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഓസിലേഷൻ, അപ്പൊ ഈ കാര്യം സെറ്റായി. ഏത് വൺ ഓസിലേഷൻ എന്താ മനസ്സിലായി. അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് കാര്യമില്ല. ഇനി എന്ത് പഠിക്കാം, ഇനി ബേസിക് ടേംസ് ആയ 3 ആൾക്കാരെ കുറിച്ച് ഡിസ്കസ് ചെയ്താൽ മതി അല്ലേ. ഏതല്ലേനോ, ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് പറയണം, ടൈം പീരീഡിനെ കുറിച്ച് പറയണം, യെസ്, അവസാനം നമുക്ക് ഫ്രീക്വൻസിനെ കുറിച്ച് പറയണം. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചാണല്ലേ, യെസ്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ നേരെ പോടെ ആംപ്ലിറ്റ്യൂഡ് വരട്ടെ. തന്നെ ഈ ആംപ്ലിറ്റ്യൂഡ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ആംപ്ലിറ്റ്യൂഡ് പഠിച്ചിട്ട് നേരെ അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യാം, അതിന്റെ എന്ത് നോക്കാം, ഡെഫിനേഷൻ നോക്കാം. ഇത് കണ്ട മക്കളെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഈ ഒരു സാധനത്തിന് ഇവിടെ തുടങ്ങുന്ന സാധനത്തിന് ഒറ്റ ഞാൻ പെൻ എടുക്കാൻ പറഞ്ഞു. ഏതോളി എടുക്കാനേ, നമുക്ക് തൽക്കാലം ചോപ്പന്നെ എടുക്കാം, ചോപ്പ് അടിപൊളിയായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളെ മക്കളെ. അപ്പൊ ഇവിടെ കണ്ട, ഇവിടെ നമ്മൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ സാധനം കണ്ട, തൂങ്ങിക്കിടക്കുന്ന ഈ സാധനം
ഇതന്നെ ഇത് നമ്മൾ എന്തെങ്കിലും പേര് വിളിച്ചത് മീൻ പൊസിഷൻ അല്ലെ, മീൻ പൊസിഷൻ എന്നാണ് വിളിച്ചത്. നമ്മൾ ഈ മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം അങ്ങോട്ടേക്ക് പോവാ, മാക്സിമം ദൂരെ പോവാ. അപ്പൊ ഞാനിപ്പോ ഊനാലാട്ടുന്ന ഞാൻ എങ്ങനെയല്ലേ പറയാനല്ലേ, മീൻ പൊസിഷൻ ഞാൻ നല്ലോണം പൊന്തിച്ചിട്ട് വിടും, മാക്സിമം പൊന്തിച്ചിട്ട് വിട്ടാൽ നല്ലോണം എന്ത് ചെയ്യും, ആടാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ അതേപോലെ ഈ മീൻ പൊസിഷനിൽ നിന്ന് മാക്സിമം ബാക്കോട്ടേക്ക് വന്നതല്ലേ ഇവിടെ കാണിക്കുന്നത് അല്ലെ. ഇവിടെ ഇത് ഈ ഒരു ആട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ബാക്കോട്ട് വന്നത് അതാണ്. അങ്ങനെ ഈ മീൻ പൊസിഷനിൽ മാക്സിമം ഉണ്ടാകുന്ന ബാക്കോട്ടോ മാക്സിമം ഉണ്ടാകുന്ന മുന്നോട്ടോ രണ്ടു വേണേ പറയാം. മാക്സിമം ബാക്കോട്ട് എന്നും പറയാം, മാക്സിമം മുന്നോട്ടെന്നും പറയാം. ഇങ്ങനെ മാക്സിമം ബാക്കോട്ടേക്കോ മാക്സിമം മുന്നോട്ടേക്കോ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് വിളിക്കാറ്. എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ, ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഈ മാക്സിമം മുന്നോട്ട് മാക്സിമം ബാക്കോട്ട് എന്ന് പറയുമ്പോൾ രസമില്ല. അതിന് പകരം നമ്മൾ എന്താ പറയാൻ അറിയോ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയാൻ. ഒന്ന് പറഞ്ഞാൽ എന്താ പറയാന്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. യെസ്. അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ആംപ്ലിറ്റ്യൂഡ് മനസ്സിലായില്ലേ? എന്താ മക്കളെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. അത് മുന്നോട്ടും ആവാം, അത് ബാക്കോട്ടും ആവാം, രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ആ കാര്യം മറക്കണ്ട. ഇതും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഇതും എന്ത് തന്നെയാണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ആംപ്ലിറ്റ്യൂഡ് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം, അവർക്ക് അതിന്റെ ഡെഫിനേഷൻ എല്ലാം കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ നേരെ ബാക്കോട്ടേക്ക് പോയാൽ മതി. അതാണ്. അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ് സാർ കൊടുത്തിട്ടുണ്ട്, ഇതാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു ഓസിലേഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ഓസിലേഷനിലുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായി, മുന്നോട്ടേക്കാണെങ്കിൽ ബാക്കോട്ടേക്കാണെങ്കിലും മനസ്സിലായി. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനേഷൻ വേണമല്ലേ. എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാ കൊടുത്തിട്ട്, ആംപ്ലിറ്റ്യൂഡ് റെഫേഴ്സ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ഫ്രം ഇറ്റ്സ് ഈക്വിലിബ്രിയം പൊസിഷൻ. അയ്യോ, ഇത് കാണുമ്പോൾ കുറച്ച് ടഫ് ആണല്ലോ സാർ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാറ്റിയൊരു ഡെഫിനേഷൻ പഠിക്കാം. എങ്ങനെ പഠിക്കാം, ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പൊ ഞാൻ ആ ഡെഫിനേഷൻ, എന്റെ കിടിലം ഡെഫിനേഷൻ, എന്റെ കുഞ്ഞു ഡെഫിനേഷൻ ആണ് എഴുതി വെക്കുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് ഈസ്, ഇതും വേണമെങ്കിൽ പഠിക്കാൻ മക്കളെ, ഇതാണ് ഏറ്റവും സിമ്പിൾ കണക്ക് തോന്നുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. ഓക്കെ, ഫ്രം ദ മീൻ പൊസിഷൻ. അപ്പൊ ഇതിനെക്കാട്ടി നല്ല, ഈ ഒരു ഡെഫിനേഷനെ കാട്ടി നല്ലത് എനിക്ക് തോന്നുന്ന മക്കൾക്ക് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുള്ള ആ ഡെഫിനേഷൻ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മനസ്സിലായില്ല എന്റെ കൂടെ പറഞ്ഞേ, ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ. ഇനി ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ, എ. കാരണം എയിലല്ലേ തുടങ്ങുന്നത്, ഈച്ചങ്ങ എയിലല്ലേ തുടങ്ങുന്നത്, അതുകൊണ്ട് കാണിക്കാനും ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ കാണിക്കാൻ. ഓക്കെ, മറന്നു പോകണ്ട, എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് കാണിക്കാൻ. ഇനി ലാസ്റ്റത്തെ അതിന്റെ യൂണിറ്റ്, നമുക്കറിയാം ഏതൊരു സാധനത്തിന്റെ യൂണിറ്റ് ഉണ്ടാവും അല്ലെ, ഏതൊരു സാധനത്തിന്റെ യൂണിറ്റ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് അരി മേടിക്കുന്നു വിചാരിക്കും, അരിന്റെ യൂണിറ്റ് നിങ്ങൾ എന്താ പറയാന്, മുച്ചിക്ക 2 കിലോ അരി അല്ലെ, 1 കിലോ അരി അല്ലെ, 3 കിലോ അരി അല്ലെ. മുച്ചിക്ക എന്ന് പറഞ്ഞ ഇടലുള്ള ഒരാളാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും അതേപോലെ എന്ത് ഉണ്ടാവും, നിങ്ങൾക്ക് അരി പലചരക്ക് സ്റ്റേഷനറി പീടികയിൽ ഒരാളുണ്ടാവില്ല, നിങ്ങളതായിട്ടുള്ള ഒരു ചങ്ങായി ഉണ്ടാവില്ലേ, നമ്മളെ വീട് മുച്ചിക്ക എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അതേപോലെ നിങ്ങളെ വീട്ടിന്റെ അടുത്തൊരു സ്റ്റേഷനറി പീഡിയ നടത്തുന്ന നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട ഒരു സ്റ്റേഷനറിക്കാരൻ ഉണ്ടാവില്ലേ, അപ്പൊ അവരെ പേരെന്ത് ചെയ്യുക, ഈ കമന്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് മുച്ചിക്കുള്ള പോലെ നിങ്ങൾക്ക് ആരുണ്ട് കണക്കറിയണം. എല്ലാവരും അവരവരുടെ അടുത്തുള്ള സ്റ്റേഷനറി കടയുള്ള ആൾക്കാരെ നമ്മൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അവർക്ക് കൂടുതൽ ഫെയിം കിട്ടട്ടെ, അവർക്ക് കൂടുതൽ കച്ചവടം കിട്ടട്ടെ, ഒരു സീനാകട്ടെ, കീ ആവട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതാ അതേപോലെ ഇതെല്ലാം പറഞ്ഞ എന്തിനാ വിളി മുച്ചിക്കാനെല്ലാം മെൻഷൻ. യെസ്, അയ്യോ ടോപ്പിക്കിൽ നിന്ന് തെറ്റിപ്പോകുന്നു. യൂണിറ്റിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ ആടെ പോയി കഴിഞ്ഞാൽ 1 കിലോ അരി, 2 കിലോ അരി, ഇനി മറ്റേ നമ്മള് ഇതാറ്റം മേടിക്കുകയാണെങ്കിൽ പാലെല്ലാം മേടിക്കുകയാണെങ്കിൽ എന്താ ലിറ്റർ കണക്കിനല്ലേ പറയാന്. അതാണ് ഇപ്പൊ പാല്, വെള്ളത്തിന് നമ്മൾ ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് എടുക്കാൻ. ഇനി സാധനങ്ങൾ നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് ആണ് എടുക്കുക. അപ്പൊ അതേപോലെ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കാൻ. അപ്പൊ 3 ബേസിക് ടേംസിൽ ഒരു ബേസിക് ടേം എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു, വിച്ച് ഈസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം, രണ്ടാമത്തെ ബേസിക് ടേംസിലോട്ട് മൂവ് ചെയ്യണം. അതാരത് യെസ്, ടൈം പീരീഡ് എന്നാണ് അതിന്റെ സംഭവം ഉള്ളത്. അപ്പൊ എന്താ ടൈം പീരീഡ് അല്ലേ, രണ്ടാമത്തെ കിടിലം ബേസിക് ടേം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ടേം ആണ് സത്യം പറഞ്ഞ ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത്. എന്താ നമുക്ക് ടൈം പീരീഡ് നോക്കിയാലോ മക്കളെ, നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ടാമത്തെ ബേസിക് ടേം ആണ് വിച്ച് ഈസ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. എന്താ മക്കളെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നേരത്തെ ഒരു ഓസിലേഷൻ പറഞ്ഞല്ലേ, എന്താ നമ്മൾ ഒരു ഓസിലേഷൻ പറഞ്ഞാൽ, ഒരു ചങ്ങായി നമ്മൾ നമ്മളിപ്പോ ഒറ്റ മിനിറ്റ് നമ്മൾ വീണ്ടും പെൻ എടുക്കാൻ മറന്നു പോയി ഗൈസ്, അതാ ഓക്കെ.
അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സംഭവിക്കുന്ന വരച്ച് ഇതാണ് നമ്മളെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്, ഇതാണ് നമ്മളെ ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഇതാണ് നമ്മൾ ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുന്നാണ് നമ്മൾ ഉന്താൻ തുടങ്ങുന്നത് വിചാരിക്കും, നമ്മൾ ബാക്കോട്ടേക്ക് വിളിച്ച് എൻഡ് വിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇടം വരെ വന്നിട്ട് ഇടം വരെ എത്തൂലേ. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഒന്ന് മുന്നോട്ടേക്ക് പോയി ഒന്ന് ബാക്കോട്ടേക്ക് വന്നു തുടങ്ങിയിട്ട് തന്നെ ഒരു പ്രാവശ്യം വരുന്നതിനാണ് നമ്മൾ ഒരു ഓസിലേഷൻ എന്ന് പറയാം. അവിടെ ഈ ഒരു ഓസിലേഷന് ഒരു സമയം എടുക്കൂലേ, ഒരു സമയം നിങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് 1 2 3 4 5 അപ്പോൾ ഒരു സമയം എടുക്കൂലേ ഒന്ന് മുന്നോട്ട് പോയി ഒന്ന് ബാക്കോട്ടേക്ക് വരാൻ. ഈ ഒരു സമയത്തിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡ് എന്താ മനസ്സിലായ, ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്താ പറയുക, ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടാ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഫുൾ തീർക്കാൻ ആവശ്യമായിട്ടുള്ള ടൈമിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയുന്നത്, യെസ് വി കാൾ ഇറ്റ് ആസ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടൈം പീരീഡ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അത്ര വലിയ ടഫ് ഒന്നും അല്ല സത്യം പറഞ്ഞാൽ ടൈം പീരീഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വി കാൾ ഇറ്റ് ആസ് ടൈം പീരീഡ്. ഇനി നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ. കണ്ട, ടൈം കംപ്ലീറ്റ് ടൈം എടുക്കുന്നത് ഫോർ എത്ര ഓസിലേഷൻ, ഫോർ 1 ഓസിലേഷൻ. കണ്ട, 1 ഒരു ഓസിലേഷൻ ഈസ് കോൾഡ് എന്താ പറയാനേ, ടൈം പീരീഡ്, ടൈം പീരീഡ്. ഇനി ഇറ്റ് ഈസ് നേരത്തെ ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉപയോഗിച്ചല്ലേ, അപ്പൊ ടൈം പീരീഡിന് ഏത് ലെറ്റർ കൊണ്ട് ഉപയോഗിക്കലാന്നല്ലേ, ടി അല്ലേ, ടി 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 ടി. ചില സമയത്ത് ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ ടൈം പീരീഡിന് വെറും പീരീഡും കാണുവേ, ബേജാറാണ്ട, ഈ സാധനം കൊടുത്തിട്ടുണ്ടാവില്ല. ഓക്കെ, അതിന് പകരം എന്ത് പറയും, വെറും പീരീഡും പറയും. അപ്പൊ അത് രണ്ടും ശരിയാണ്, ടൈം പീരീഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്, വെറും പീരീഡ് എന്ന് പറഞ്ഞാലും അതും എന്ത് തന്നെയാണ്, ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ടൈം പീരീഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ, ഏത് ലെറ്റർ കൊണ്ടാ, ടി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈം പീരീഡിനെ കാണിക്കാൻ എന്ന കാര്യം ആരും മറക്കണ്ട. ഇനി അടുത്തത് ഇതിന്റെ SI യൂണിറ്റ്. ഈ SI യൂണിറ്റ് ഒന്നും കണ്ട് ബേജാറാണ്ടേ, SI എന്താ എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾ +1 പഠിക്കുന്നതായിരിക്കും. ടെൻഷൻ അടിക്കേണ്ട, ഇതിന്റെ യൂണിറ്റ് എന്താ അല്ലെ, എന്താ യൂണിറ്റ്, ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്താ. യെസ്, കറക്റ്റാ മകളെ, സെക്കൻഡ്സ്. സെക്കൻഡ്സ് എന്താണ് നമ്മളെ, സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഇതല്ല എല്ലാവർക്കും അറിയുന്നതാണ്, അതിന്റെ ആവശ്യം പോലും ഇല്ല അല്ലേ. അപ്പൊ അതാണ് സെക്കൻഡ്സ് എന്നാണ്. ഇനി ടൈം പീരീഡിന്റെ ഇക്വേഷൻ, ഇക്വേഷനുള്ള വലിയ പുള്ളിയാണ് ടൈം പീരീഡിന്റെ ഇക്വേഷനിലുണ്ട്. അപ്പൊ ടൈമിന്റെ ഇക്വേഷൻ, ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞാൽ, ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പൊ നമ്മളെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ആദ്യത്തെ അതിശക്തം പോയിന്റ്, നമുക്കറിയാം അതിശക്തം പോയിന്റ് സീരീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ അതിശക്തം എന്ന് പറയുന്നത്. അപ്പൊ അതിശക്തം പോയിന്റ് സീരീസിലെ ആദ്യത്തെ പോയിന്റ് ആരും മറക്കണ്ട, ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഗോൾഡ് കൊണ്ട് ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം. അതുകൊണ്ട് സ്വർണ്ണ ലിപികളിൽ കുറിച്ചു വെക്കണമെങ്കിൽ പറയില്ല. അപ്പൊ അതേപോലെ നമുക്ക് എന്താ ഗുരുജിന്റെ കളർ എടുക്കാം. ഇവിടെ പോയി ഗോൾഡ്, ചങ്ങനടുത്ത് ഗോൾഡ് ഇല്ലേ, ഓക്കെ, ഗോൾഡിന് പോലത്തെ ഒരു സാധനം തൽക്കാലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇതാണ് മക്കളെ, ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഈ ചങ്ങാതിന്റെ ശരിയില്ല, പച്ച എടുക്കാം, ആ പച്ച കുറച്ച് രസമുണ്ടാകും. അതെ, അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇതാണ്, മറക്കണ്ട ആരും. ടൈം പീരീഡിന്റെ ഇക്വേഷൻ പിടിച്ചോ. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പൊ ടൈം പീരീഡ് എന്താ മനസ്സിലായല്ലേ, എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി ടൈം പീരീഡിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ടി ആണ്, യൂണിറ്റ് സെക്കൻഡ്സ് ആണ്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ടൈം എന്താ പറയുക, ടൈം ടേക്കൺ, ടൈം ഇൻ സെക്കൻഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ രണ്ടാമത്തെ ചെങ്ങാതിനെ പഠിച്ചു, വിച്ച് ഈസ് ടൈം പീരീഡ് എന്ന് പറയുന്നത് എങ്ങായി. യെസ്, ഇനി മൂന്നാമത്തെ ആൻഡ് ദ ലാസ്റ്റ് ബേസിക് ടേം, അവസാനത്തെ ബേസിക് ടേമിനെ കുറിച്ചാണ് പറയുന്നത്. യെസ്, ഫ്രീക്വൻസി. എന്താണത് ഫ്രീക്വൻസി അല്ലെ, എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, എടാ നമ്മളിപ്പോ ഒരു സെക്കൻഡിൽ എത്രത്തോളം ഓസിലേഷൻ നടക്കുന്നത് നമ്മൾ കൗണ്ട് ചെയ്ത് വിചാരിക്കും. അങ്ങനെ ഞാനും എൻ്റെ ചെങ്ങായി എല്ലാം കൗണ്ട് ചെയ്ത്, ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ ഒരു സെക്കൻഡിൽ 5 ഓസിലേഷൻ നടന്നു. എൻ്റെ ചണ്ട നാളെ സ്പീഡിൽ ഇങ്ങനെ ആട്ടൽ അങ്ങനെയല്ല മക്കളെ, ആടുന്നു, സ്പീഡിൽ ആടുന്നു കാണാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സ്പീഡിൽ ഇങ്ങനെ മുന്നോട്ട് ബാക്കോട്ട്. അപ്പൊ എൻ്റെ തൊട്ടിൽ ഭയങ്കര ആട്ടാണെന്ന് വിചാരിക്കാൻ നിങ്ങൾ. ഓക്കെ, തൊട്ടിലാണ് മക്കളെ, എൻ്റെതല്ല, തെറ്റിലേക്ക് പോകില്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെതല്ല, എൻ്റെ തൊട്ടിൽ ഇങ്ങനെ സ്പീഡാണ്. അങ്ങനെ ഒരു സെക്കൻഡിൽ എൻ്റെ തൊട്ടിൽ 5 പ്രാവശ്യം ആടുന്നുണ്ട് വിചാരിക്കാൻ. ഒരു സെക്കൻഡിൽ 5 പ്രാവശ്യം. എൻ്റെ ചെങ്ങായി ഉണ്ട്, ഓൻ്റെ ഒരു സെക്കൻഡിൽ 3 പ്രാവശ്യമേ ഉള്ളൂ. നമ്മൾ സീനല്ലേ, നമ്മൾ പറക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായ എന്താ അറിയോ, എൻ്റെ ഫ്രീക്വൻസി 5, ഓൻ്റെ ഫ്രീക്വൻസിയോ 3. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ആട്ടങ്ങൾ ഉണ്ടോ അല്ലേ, എത്ര ഓസിലേഷൻ ഉണ്ടോ. ആട്ടങ്ങൾ പറയുമ്പോൾ പലപ്പോഴും തെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി എന്താ മനസ്സിലായി അല്ലേ. അപ്പോൾ നമുക്ക് എഴുതിയാലോ, ഫ്രീക്വൻസി അതാ ഒരു സെക്കൻഡിലുള്ള നമ്പർ ഓഫ് ഓസിലേഷനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലോ, ഒരു സെക്കൻഡിലുള്ള
നമ്പർ ഓഫ് ഓസിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഫ്രീക്വൻസിന്റെ ബാക്കി വിശേഷങ്ങൾ അതിന്റെ എന്താ അതിന്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. കറക്റ്റ് മനസ്സിലായി, 1 സെക്കൻഡിലുള്ള നമ്പർ ഓഫ് ഓസിലേഷൻ ഫ്രീക്വൻസി. ഇനി ഇതിന്റെ യൂണിറ്റ് ഇവന്റെ യൂണിറ്റ് ലെറ്റർ പിന്നെ സിമ്പിൾ ആണല്ലോ, വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ എഫ്. എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കാൻ. സ്മോൾ ലെറ്റർ എഫ് ആണ് ഉപയോഗിക്കാൻ, സാറുടെ ടൈപ്പ് എം മാറിപ്പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് നമ്മൾ കാണിക്കാൻ. ഇനി അടുത്തത് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എസ് ഐ ഒന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞു ഹേർട്സ് എന്നാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹേർട്സ്. അപ്പൊ ഹേർട്സ് ആണ് എന്തിന്റെ നമ്മളെ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്ന് ആരും മറക്കണ്ട. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. ഹേർട്സ് എന്നാണ് നമ്മളെ എസ് ഐ യൂണിറ്റിന്റെ നമ്മളെ ഫ്രീക്വൻസിന്റെ എസ് ഐ യൂണിറ്റ് വരുന്നത്. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ പറയണം അത് ഹേർട്സ് ആണ്. ഇനി അവസാനത്തത് ഇക്വേഷൻ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ അറിയണം. നേരത്തെ നമ്മൾ ടൈം പീരീഡിന്റെ ഇക്വേഷൻ പഠിച്ചല്ലേ. എന്താണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ? ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ ഇത് പറയാനുള്ള കാരണം ടൈം പീരീഡ് പഠിച്ച ഫ്രീക്വൻസി ഫ്രീ, ഒന്ന് പഠിച്ച ഒന്ന് ഫ്രീ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റാതെ തന്നെ. അപ്പൊ ടൈം പീരീഡ് ഇക്വേഷൻ എന്താ? ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ. അപ്പൊ അത് നേരെ തലയിടിച്ചിട്ട് ആരായി? ഫ്രീക്വൻസി ആയി. അപ്പൊ എന്തായിരിക്കും ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ? നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻ സെക്കൻഡ്സ്. കണ്ട സാർ പറഞ്ഞ തന്നെയല്ലേ ഇവിടെ വന്നേ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ദയവ് ചെയ്ത് മക്കളെ 2 ഇക്വേഷനും പഠിക്കണ്ട, ടൈം പീരീഡിന്റെ ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പൊ അതിനെ തലയിടിച്ചിട്ട ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് നേരെ തലയിടിച്ചിട്ടല്ലേ, ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്ന് പഠിച്ചു. ടൈം പീരീഡിന്റെ ഇവിടെ ഫ്രീക്വൻസിന്റെ അവിടെ എത്തിയപ്പോൾ നേരെ തലയിടിച്ച് പഠിച്ച് എന്തത്? നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം ഇൻ സെക്കൻഡ്സ് അല്ലേ. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനത്തെ ബേസിക് ടേമും പഠിച്ച് 2 ഇക്വേഷനും പഠിച്ചല്ല സെറ്റായി കിടിലായി അടിപൊളിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇക്വേഷൻ എല്ലാം പഠിച്ചാൽ പിന്നെ എന്ത് വേണം? യെസ്, ക്വസ്റ്റ്യൻസ്. വി നീഡ് ക്വസ്റ്റ്യൻസ്. 2 ഇക്വേഷൻ പഠിച്ചാൽ 2 ക്വസ്റ്റ്യൻ വേണം. അങ്ങനെയല്ലേ മക്കളെ നമ്മൾ പറയാനല്ലേ. ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഇക്വേഷൻ പഠിച്ച ക്വസ്റ്റ്യൻ വേണം. എന്നാലും ചെയ്തല്ലേ നോക്കണ്ടല്ലേ, ചെയ്ത് നോക്കിയാലല്ലേ തിരിയാനല്ലേ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ, എന്റെ കൂടെ തന്നെ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡി ആണെങ്കിൽ മക്കളെ താഴെ കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു തീന്റെ ചിഹ്നല്ലട്ടെ, അടയുടെ തീയല്ലട്ടെ മക്കളെ, ഒന്ന് എനർജി കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം പ്രാക്ടീസ്, ഇറ്റ്സ് പ്രോബ്ലം ടൈം. യെസ്, അപ്പൊ നമ്മൾ ആദ്യം പ്രോബ്ലം ടൈമിലോട്ട് പോവാണ്. ആദ്യത്തെ പ്രോബ്ലം എന്താ നോക്കിയാലോ? പെൻ വേണം ചെയ്യാൻ, പെന്നില്ലെങ്കിൽ നടക്കൂല. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ. അതായത് എൻ്റെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ട്. എന്താ പെൻഡുലം ഒന്നും സംശയിക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം എന്താ പെൻഡുലം എന്താന്ന് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഒരു പെൻഡുലം ഉണ്ട്, അത് 1 minute എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കംപ്ലീറ്റ് 30 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 1 minute എടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 2 ക്വസ്റ്റ്യൻ 2 ഭാഗമായിട്ട് കേട്ടാ. ഇത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ സ്ഥലം, ഇത് നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ സ്ഥലം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പച്ചയിൽ ചെയ്യാം, രണ്ടാമത്തേൽ നമുക്ക് റെഡി ചെയ്യാം, ബർബറാക്കാം. അപ്പോൾ ഒരു ഓസിലേഷൻ, ഒരു പെൻഡുലം 1 minute എടുക്കുന്നുണ്ട്. അപ്പോൾ 1 minute നമ്മൾ ടൈമിംഗ് അല്ലേ പറയാന്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ 1 minute. ഇനി എന്താ പറയുക? എത്ര ഓസിലേഷനാ? നമ്പർ ഓഫ് ഓസിലേഷൻ 30 ഓസിലേഷൻ അല്ലേ. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ മറക്കണ്ട, നമ്പർ ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 30. ഇനി എന്താ പറയുന്നത്? ഫൈൻഡ് ദ പീരീഡ് ഓഫ് ദി പെൻഡുലം. പീരീഡ് കണ്ടുപിടിക്കണം, ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടൈം പീരീഡ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ എഴുതി കിടക്കാം ടൈം പീരീഡ് ക്വസ്റ്റ്യൻ മാർക്ക്, ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ അറിയില്ലേ? എടാ ഇങ്ങനെ അറിയില്ല, നിങ്ങൾ എങ്ങനെ പറയൽ? ഞാനല്ലേ ഇപ്പൊ പഠിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഒന്ന് വേഗം പറഞ്ഞാൽ നമുക്ക് എന്താ ടൈം പീരീഡിന്റെ ഇക്വേഷൻ? യെസ്, ടൈം പീരീഡിന്റെ ഇക്വേഷൻ കിടലും പോലെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു, അത് കറക്റ്റ് പറഞ്ഞോ, ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ. അപ്പൊ ടൈം ഇൻ സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ, എത്രത്തോളം ഓസിലേഷൻ ഉണ്ടോ അത്. അപ്പൊ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. ഇവിടെ 1 minute അല്ലേ, 1 minute സെക്കൻഡിലാണോ ഉള്ളത്? അല്ല, 1 minute മിനിറ്റിലാണ് ഉള്ളത്. മിനിറ്റിൽ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. എടാ 1 minute എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സാ മക്കളെ? 60 സെക്കൻഡ് അല്ലേ. കിടിലം എൻ്റെ മക്കൾ അടിപൊളിയാണല്ലോ. എടാ 1 minute എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ 1 minute ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്സ് കിട്ടും. അപ്പോൾ 1 minute പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. അപ്പൊ ടൈം ഇൻ സെക്കൻഡ്സ് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ വേലയിൽ ഏതാണ്? 60 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. എത്ര ഓസിലേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്? 30 ഓസിലേഷൻ അല്ലേ. അപ്പൊ താഴെ എന്തുകൊണ്ട് ഡിവൈഡ് ആണ്? 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 0 ക്യാൻസൽ ചെയ്ത് പോയി.
6 ഡിവൈഡഡ് ബൈ 3, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയായിട്ടാണ് 2 അല്ലേ 2. അപ്പൊ നമ്മളെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയായി 2 സെക്കൻഡ്. യൂണിറ്റ് മറക്കേണ്ടത് സെക്കൻഡ് ആണ്. അപ്പൊ 2 സെക്കൻഡ് എന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നമുക്ക് തന്ന സാധനങ്ങളെല്ലാം നമ്മൾ എഴുതി വെച്ച് രണ്ടാമത് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കി അതിന്റെ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അതിന്റെ ഇക്വേഷൻ നമ്മൾ മേലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യുക, വേഗം പോവാ കമന്റ് ബോക്സിൽ ഒരു പൂച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനും മക്കൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുമിച്ച് റെഡി അല്ല, സിമ്പിൾ അല്ലേ? ഓക്കെ, വേഗം പറഞ്ഞോ. ഇഫ് എ പെൻഡുലം ടേക്സ്, അപ്പോൾ നമ്മൾ പെൻഡുലം എന്താ പറഞ്ഞുതരാം, ടെൻഷൻ അടിക്കണ്ട. എത്ര ടേക്സ് 2 minutes. ഒരു പെൻഡുലം 2 മിനിറ്റ് എടുക്കുന്നുണ്ട്, 2 മിനിറ്റ്. അപ്പൊ ടൈം പീരീഡ് കിട്ടി അല്ലേ? അപ്പൊ ടൈം കിട്ടി. ടൈം എത്രയാ 2 മിനിറ്റ്. ഓക്കെ, 2 minutes കംപ്ലീറ്റ് എത്ര ഓസിലേഷനാ 240. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് ഓസിലേഷൻ ഈസിക്കൽ എത്രയാ 240. നമ്പർ ഓഫ് ഓസിലേഷൻ 240 മനസ്സിലായി. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ പെൻഡുലം. ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്, F ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ F ക്വസ്റ്റ്യൻ മാർക്ക്. നമുക്കറിയാം F കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിനാ ഇല്ല, ടൈം പീരീഡിന്റെ ഇക്വേഷൻ തലതിരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ടൈം പീരീഡ് ഇക്വേഷൻ ടൈം ഇൻ സെക്കൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ. അപ്പൊ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ എന്താ, നേരെ തലതിരിച്ചിട്ടാവില്ലേ? അപ്പൊ എന്താ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ, നേരെ തലതിരിച്ചിട്ടോ. ഈ ഇക്വേഷൻ നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡ് ബൈ ടൈം, നമ്പർ ഓഫ് ഓസിലേഷൻ ഡിവൈഡഡ് ബൈ ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോകുന്നത്, അത് ഓരോന്നായിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാൽ പരിപാടി സിമ്പിൾ. ഓക്കെ. അപ്പൊ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓസിലേഷൻ. എത്രയാണ് നമ്പർ ഓഫ് ഓസിലേഷൻ 240. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും 240 ഡിവൈഡഡ് ബൈ ടൈം ഇൻ സെക്കൻഡ്. ഇവിടെ ടൈം ഇൻ മിനിറ്റ് അല്ലേ തന്നെ. ഇതൊക്കെ 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ്. 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പൊ 2 മിനിറ്റ് പറഞ്ഞാലോ 120 സെക്കൻഡ്. കറക്റ്റ് 120 അല്ലേ, കാരണം നേരെ ഡബിൾ അല്ലേ 120. ഇത് ക്യാൻസൽ ചെയ്ത് എങ്ങനെ ഉണ്ടായാലും ഇത് പോയി 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 എന്ന് പറയുന്ന ആൻസർ 10. കറക്റ്റ് 2. ഇത് ഫ്രീക്വൻസി അല്ലേ, അവിടെ ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താ ഹേർട്സ് അല്ലേ, ഹേർട്സ് HZ. അപ്പൊ HZ. ഓക്കെ, ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ 2 അടിപൊളി ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ചെയ്യാന്. നിങ്ങൾക്കിപ്പോൾ മുന്നിൽ വരും SPP. നമുക്കറിയാം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടല്ലേ. അപ്പൊ SPP ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള SPP സർ ഇപ്പൊ ഷോർട്ട്ലി തരുന്നതായിരിക്കും. മക്കൾ എന്ത് ചെയ്യാം, വേഗം പോയി SPP ചെയ്ത് വേഗം തിരിച്ചു വരാം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ച് കുറെ അധികം തിയറി പഠിച്ച് വേഗം പോയിട്ട് ചെയ്തിട്ട് വാടാ. എന്നാൽ നമുക്ക് അടുത്ത വിശേഷം പഠിക്കാമല്ലേ. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എല്ലാവരും SPP എല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇനി എന്താ പഠിക്കാൻ പോകുന്നത്, ഇനി ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കട്ടെ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം. യെസ്, എല്ലാവർക്കും ഇങ്ങനെ ബന്ധം റിലേഷൻഷിപ്പിനെല്ലാം പറഞ്ഞാൽ അറിയാത്തതായിട്ട് ഈ കുട്ടി ക്ലാസ്സിൽ ആരുമില്ല അല്ലേ. ആർക്കും തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാത്തതായിട്ടില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുവിധം എല്ലാവർക്കും എന്തുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. എന്നാലും എനിക്ക് പലപ്പോഴും സാറില്ല പോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ആരെല്ലാം തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. യെസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്, ഇത്രയും കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല. നേരത്തെ നമ്മൾ എങ്ങനെ ഇക്വേഷൻ പഠിച്ച ടൈം പീരീഡിന്റെ ഫ്രീക്വൻസിന്റെ റിലേഷൻ ഇക്വേഷൻ എങ്ങനെ നമ്മൾ പഠിച്ചത്. അതാ ടൈം പീരീഡിന്റെ ഇക്വേഷനെ തലയിടിച്ചിട്ട് അപ്പൊ ഫ്രീക്വൻസി കിട്ടിയല്ലേ, അല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷനെ തലയിടിച്ചിട്ട് എന്ത് കിട്ടും, ടൈം പീരീഡ് കിട്ടും. അതന്നെയാണ് ബന്ധം. അതാണ് ഇത് എഴുതി വെച്ച കണ്ട. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ട് ഇവരിപ്പം നമുക്ക് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ സീനല്ലേ. ഓക്കെ, അതെ ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്, ടൈം പീരീഡിന്റെ ഇക്വേഷനെ തലയിടിച്ചിട്ട് ആ ഫ്രീക്വൻസി കിട്ടും. അതാണ് ഈ പറയുന്നത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. അതായത് മറ്റവനെ തടിച്ചിട്ട് ഇവർത്തോനെ കിട്ടും, ഇവർത്തോനെ തലയിടിച്ചിട്ടാ മറ്റവനെ കിട്ടും. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ഓസിലേഷന്റെ ഒരു ഓസിലേഷന്റെ എൻ്റെ കയ്യിൽ ഒരു ഓസിലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഓസിലേഷൻ ഞാൻ പറഞ്ഞ അതിന്റെ ടൈം പീരീഡ് 2 പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ അതിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് പറഞ്ഞു വിചാരിക്കാൻ. അതായത് ഒരു ഓസിലേഷൻ എൻ്റെ കയ്യിലുണ്ട്, അതുണ്ട്. അതിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡായി ഞങ്ങൾക്ക് പറഞ്ഞാന്ന്. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കാൻ ഫ്രീക്വൻസി എത്ര ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ, അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ടൈം പീരീഡ് ഇല്ലേ 2, അതിനെ 1/8 ചെയ്താൽ 1/8 ചെയ്ത് എങ്ങനെ ഉണ്ടാവാൻ 1/2 ഹെർട്സ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. അതായത് ടൈം പീരീഡിനെ തലയിടിച്ചിട്ട് ആരെ കിട്ടും, ഫ്രീക്വൻസിനെ കിട്ടും. ഫ്രീക്വൻസിനെ തലയിടിച്ചിട്ട് എന്ത് കിട്ടും, ടൈം പീരീഡ് കിട്ടും. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം നിങ്ങൾക്ക്. അവിടെ എൻ്റെ കയ്യിൽ വേറെ ഒരു ഓസിലേഷൻ ഉണ്ട്, പുതിയ ഓസിലേഷൻ. അപ്പൊ ഈ ഓസിലേഷന്റെ ഫ്രീക്വൻസി 5 ഹെർട്സ് ആണ് വിചാരിക്കും.
ഫ്രീക്വൻസിനകത്തൊന്ന് 5 ഹെർട്സ് ആണ്. ഞാൻ നിങ്ങളോട് ഇതിന്റെ ടൈം പീരീഡ് ചോദിക്കാൻ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ഇതിനെ തലയിടിച്ചിടുക. അപ്പോൾ 1/5 സെക്കൻഡ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയാൻ ഫ്രീക്വൻസിയും ടൈം പീരീഡും വേഗം എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. എന്ത് ചെയ്താൽ മതി? അവ രണ്ടാളും തലയിടിച്ചിട്ടാ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം പീരീഡ് അഥവാ പീരീഡ് എന്ന് പറയാം. ഇപ്പൊ ഈ ഒരു കാര്യം സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സാധനം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന ഉദ്ദേശിക്കുന്നു. കാരണം അത്രേ ഉള്ളൂ, അത് വലിയ പ്രത്യേകത ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് എന്ന് പറയുന്ന കുഞ്ഞു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്, ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ നമ്മൾ ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് തമ്മിലുള്ള ബന്ധം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ പെൻഡുലം എന്താ? നേരത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പെൻഡുലം എന്താ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോ, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു എന്തിനും പെൻഡുലം അപ്പൊ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പെൻഡുലത്തിനെ കുറിച്ചുള്ള വിശേഷം സാർ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് സിമ്പിൾ പെൻഡുലം എന്നതാണ്. അവിടെ സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കണമെങ്കിൽ 3 ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം കേട്ടോ. സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 3 ആൾ ആവശ്യമുണ്ട്. ആരറിയോ? ഒന്ന് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂലല്ലേ നൂല്, സംഭവം ഈ നൂലായത് കേട്ടാ. ഇത് കുറെ നൂലിങ്ങനെ നമ്മൾ ചുറ്റി വെച്ച്. രണ്ടാമത് ബോബ് എന്ന് പറയുന്ന സാധനം, ഒന്നുമില്ല, ഒരു ഉണ്ട കഷ്ണം. അതിൽ ഇത് കാണുമ്പോൾ കുറച്ച് വെറൈറ്റി ഉണ്ട കഷ്ണമാണ്. ഒരു ഉണ്ട കഷ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക ബോബ് എന്ന് പറയുന്നത്. കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ഉണ്ട കഷ്ണം. ഓക്കെ, ഇനി അവസാനത്തെ പെൻഡുലം പറഞ്ഞത് കണ്ട മക്കളെ ഇങ്ങനത്തെ ഒരു സാധനം. ഇങ്ങനെ സ്റ്റാൻഡ് എന്നാണ് ഇതിന് പറയാൻ. സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് ആണ് ഇത്. ഓക്കെ, പെൻഡുലം സ്റ്റാൻഡ് എന്ന് പറയാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 3 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പെൻഡുലം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ 3 സാധനങ്ങളാണ് നമ്മളെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിങ് ഉണ്ടാവണം, നൂലുണ്ടാവണം, അല്ലെങ്കിൽ കയറുണ്ടാവണം. രണ്ടാമത്തെ ബോബ് എന്ന് പറയുന്ന ഒരു ഉണ്ട പോലത്തെ സാധനം ഉണ്ടാവണം. മൂന്നാമത്തെ പെൻഡുലം സ്റ്റാൻഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇത് 3 ആദ്യം എന്ത് ചെയ്യേണ്ട? ഒരു ബോബ് എടുക്കാൻ. നമ്മൾ ഈ ബോബ് എടുക്കാൻ എൻ്റെ അതിലേക്ക് നൂല് കെട്ടാൻ. എൻ്റെ കെട്ടിയ നൂല് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ? ഇങ്ങനെ കൊളത്തിയിടാൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനത്തെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചാട്ടെ. ഇതാ പിടിച്ചോ, സിമ്പിൾ പെൻഡുലം. അത് കണ്ട നമ്മൾ ബോബ് എടുത്ത് ബോബിനെ നൂലി കെട്ടിയ സാധനത്തിന് നമ്മൾ മേലെ കൊണ്ടേക്ക് വളർത്തി കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെന്റ്, ദീസ് കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് ആർ നോൺ ആസ് സിമ്പിൾ പെൻഡുലം എന്ന് പറയാം. അതാ ഇംഗ്ലീഷിൽ ഇതാ താഴെ ഇതാ ഇംഗ്ലീഷിലെല്ലാം പറഞ്ഞു വെച്ചേക്ക് സിമ്പിൾ പെൻഡുലം. ടൈ എ ബോബ് ടു എ സ്ട്രിങ്, ഒരു ബോബ് എടുത്തിട്ട് ഒരു നൂലി കെട്ടാന്. ആൻഡ് ഹാങ് ഇറ്റ് ഓൺ എ സ്റ്റാൻഡ്, എൻ്റെ ഒരു സ്റ്റാൻഡിൽ കൊളത്തിയിടാൻ. ആൻഡ് ഹാങ് ഇറ്റ് ഓൺ എ സ്റ്റാൻഡിൽ കൊളത്താൻ. ദി സിസ്റ്റം, ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് വെറുതെ ചോദിക്കാം വാട്ട് ഈ സിമ്പിൾ പെൻഡുലം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈ സിമ്പിൾ പെൻഡുലം? അപ്പൊ പറയാം ടൈ എ ബോബ് ടു എ സ്ട്രിങ് ആൻഡ് ഹാങ് ഇറ്റ് ഓൺ എ സ്റ്റാൻഡിലേക്ക് കൊളത്തിയിടുക. ദിസ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ആസ് എന്ത് പറയാം? സിമ്പിൾ പെൻഡുലം എന്ന് പറയും. അങ്ങനെ നമ്മൾ ഇതാ മക്കളെ സിമ്പിൾ പെൻഡുലത്തിന്റെ വിശേഷങ്ങളെല്ലാം പഠിച്ചു. ഇനി എങ്ങോട്ടേക്കാണല്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു അവിഹിത ബന്ധം റിലേഷൻഷിപ്പിനെയാണ് ഉദ്ദേശിച്ചത്. കറക്റ്റാ. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരെല്ലാം തമ്മിലുള്ള റിലേഷൻ നോക്കിയാലും ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം. അതായത് ഫ്രീക്വൻസിൻ്റെതും ദ ലെങ്ത് ഓഫ് ദി പെൻഡുലത്തിന്റെ ലെങ്തിനെ കുറിച്ചിട്ടുള്ളത്. ദ ഫ്രീക്വൻസി ആൻഡ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. അതായത് ഫ്രീക്വൻസി പറഞ്ഞാൽ നമുക്കറിയാലേ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന ആട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി ലെങ്ത് പറഞ്ഞാലോ? ലെങ്ത് പറഞ്ഞാൽ നീളവും ആട്ടവും തമ്മിലുള്ള എത്ര സെക്കൻഡുകൾ, എത്ര ആട്ടങ്ങൾ. മക്കളെ തെറ്റിലേക്ക് പോകല്ലേ. നീളവും ആട്ടങ്ങൾ പറയും. നിങ്ങൾ വേറെന്താണ് വിചാരിക്കുന്നത്? മക്കളെ നീളം കൂടി ആട്ടം കുറയോ, നീളം കൂടി ആട്ടം കൂടുവോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമോൺ പറയൂ. നിങ്ങൾ എന്താ പറയുന്നത് മക്കളെ? നിങ്ങൾ വേറെ എവിടെയോ ആലോചിക്കുന്നുണ്ട്. നീളം കൂടിയ ആട്ടങ്ങൾ, അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് പെൻഡുലത്തിന്റെ കേസാണ്. മക്കളെ നീളം കൂടിയാലില്ലേ ആട്ടം കുറയും. കാരണം വലിയ നീളമല്ലേ, കുറയൊന്നും ആടാൻ പറ്റൂല. ആട്ടെല്ലാം കുറച്ച് കുറയും. വലിയ നീളമുള്ള ഇതെടുത്തിട്ട് നമ്മൾ ആട്ടാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് സമയം എടുക്കും. ഫുൾ ആട്ടി കഴിയണ്ടേ? മക്കളെ തെറ്റിലേക്ക് പോലെ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താ? ലെങ്ത് കൂടിയാല് ഫ്രീക്വൻസി കുറയും, അഥവാ ലെങ്ത് കൂടിയ ആട്ടം എന്ത് ചെയ്യും? കുറയുന്നുണ്ട്. നമുക്ക് മനസ്സിലായല്ലേ? അപ്പൊ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടില്ല. കണ്ട, ലെങ്ത് കുറഞ്ഞാല് ആട്ടം കൂടും, ഫ്രീക്വൻസി കൂടും. അല്ലെങ്കിൽ ലെങ്ത് കൂടിയാല് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഇത് കണ്ട, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടുന്നു. ഇങ്ങനത്തെ സാധനത്തിന് നമ്മൾ എന്താ പറയാൻ അറിയോ? ഇങ്ങനെ ഒന്ന് കുറഞ്ഞ്, അല്ലെ ഒന്ന് കുറഞ്ഞ് ഇങ്ങനത്തെ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്നാ പറയാൻ. കേട്ടാ, എന്താ പേര് പറയാനെന്ന് പറഞ്ഞേ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. അപ്പൊ ആരും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ മനസ്സിലായി? ലെങ്തും ഫ്രീക്വൻസിയും എന്താ മനസ്സിലായി?
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോർ എ സിമ്പിൾ പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലത്തിനെ സംബന്ധിച്ചിടത്തോളം the length is inversely proportional to frequency. ലെങ്ത് ആർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ? ഫ്രീക്വൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ്ട ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതെന്ന രൂപം ഇങ്ങനെയാണ് സംഭവം. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആരാ? ലെങ്ത്. അത് ഏതെന്ന രൂപം കണ്ട? ഫ്രീക്വൻസി ഇതിടാന് എന്റെ 1/8 ഇട്ട് ദിസ് മീൻസ് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ ഇതാണ് നമ്മളെ നീളത്തിന്റെതും ആട്ടത്തിന്റെയും പ്രത്യേകത. അപ്പോൾ നീളത്തിന്റെ ആട്ടത്തിന് മനസ്സിലായില്ലേ? നീളം കൂട്ടിയ ആട്ടം കുറയും, നീളം കുറഞ്ഞാൽ ആട്ടം കൂടും. കറക്റ്റ്. അപ്പൊ ഇതാണ് നമ്മളെ എന്തിന്റെ റിലേഷൻഷിപ്പ്? വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. പെൻഡുലത്തിന്റെ ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നല്ലേ? യെസ്, സം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിന്റെ ചില യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനത്തിന്റെ സാധാരണ ഉള്ള യൂണിറ്റ് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഹേർട്സ് ആണല്ലേ, HZ ആണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രീക്വൻസിന്റെ സാധാരണ യൂണിറ്റ് HZ ആണ്. എന്നാൽ അതല്ലാതെ 2 യൂണിറ്റ് കൂടി ഈ ഫ്രീക്വൻസിക്ക് ഉണ്ട്. അതിലൊന്നാണ് കിലോ ഹേർട്സ് എന്ന് പറയുന്ന സാധനം. കിലോ ഹേർട്സ് KHZ എന്ന് പറയുന്നത്. അതിൽ രണ്ടാമത്തെ ഒരാളാണ് മെഗാ ഹേർട്സ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് രണ്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ് സത്യം പറഞ്ഞാൽ. അപ്പൊ ഏതെല്ലാം നമ്മളെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഏതെല്ലാമാണ്? ഒന്ന് കിലോ ഹേർട്സും രണ്ടാമത്തെ മെഗാ ഹേർട്സും. അതിൽ ഒരു കിലോ ഹേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഏതെന്തറിയോ? 10⁻³ ഹേർട്സ് എന്നാണ് ഏതുണ്ട്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ബന്ധം എന്ന് പറഞ്ഞാൽ കിലോ ഹേർട്സും ഹേർട്സും തമ്മിലുള്ള ബന്ധമാണ് സാറിവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് കിലോ ഹേർട്സ് KHZഉം സാധാ HZഉം തമ്മിലുള്ള ബന്ധമാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഒരു KHZ എന്ന് പറഞ്ഞാൽ അത് 10⁻³. ഇത് മേലെയുള്ള സാധനത്തിന് 10⁻³ കേട്ടോ വായിക്കാൻ. ഈ റേസ് ടു ഏതാ നമ്പർ അത് വായിക്കും. ഇപ്പൊ കണ്ട 10ന്റെ മേലെ 3 ആയതുകൊണ്ട് വന്നത് കൊണ്ട് സാർ വായിച്ചു 10⁻³. ഇനി 10ന്റെ മേലെ 4 ആണ് വന്നതെങ്കിൽ നമ്മൾ എന്താ വായിക്കാൻ? 10⁻4 എന്നാണ് വായിക്കാൻ. 10ന്റെ മേലെ 5 ആണ് വന്നതെങ്കിൽ നമ്മൾ എന്താ വായിക്കാൻ? യെസ് കറക്റ്റ്, 10⁻5 എന്നാണ് വായിക്കാൻ. അപ്പൊ ഒരു കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതണ്ടേ? 10⁻³ ആണ് എഴുതേണ്ടത്. ഇനി 1 മെഗാ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതണ്ടേ? യെസ് 10⁻6 എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം ആരും മറന്നു പോകണ്ട. കിലോ ഹെർട്സിനെ കുറിച്ചും മെഗാ ഹെർട്സിനെ കുറിച്ചുള്ള വിശേഷം സാറ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വേണം. യെസ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ എക്സാമിന് ചോദിക്കാൻ കേട്ടാ. ഞാൻ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും അധികം ഉണ്ടാകുക. എങ്ങനെയാണല്ലേ? ഇതാ നോക്ക്, 3 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്ര ഹെർട്സ് ആണ്? അപ്പൊ നമുക്കറിയാം. നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് കാണുന്ന നമ്പർ അങ്ങനെ തന്നെ ഏതാണ്? 3 ഇൻറ്റു ഏതാണ്? ഇനി എന്താ ഉള്ളത്? കിലോ ഹെർട്ട്. 1 കിലോ ഹെർട്ട് പറഞ്ഞാൽ നമുക്ക് എത്ര അറിയാം? 1 കിലോ ഹെർട്ട് പറഞ്ഞാൽ എന്താ? 10⁻³ അല്ലേ? അപ്പൊ എന്താക്കുക? ഇൻറ്റു 10⁻³ എഴുതാം. ഇത്രയേ ഉള്ളൂ മക്കളെ ആൻസർ. സിമ്പിൾ ആണ്. അപ്പൊ 3 കിലോ ഹെർട്സ് ചോദിച്ചപ്പോൾ ഞാൻ എന്താ ചെയ്തേ? ആ 3 എടുത്തിട്ട് ആദ്യം എഴുതി. എനിക്ക് ഇൻറ്റു കിട്ടും. കിലോ ഹെർട്സ് പറഞ്ഞാൽ നമുക്ക് അറിയാലേ എന്താ? കിലോ ഹെർട്സ് പറഞ്ഞാൽ 10⁻³ അല്ലേ? അപ്പൊ ഇതാണ് 3 കിലോ ഹെർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ചോപ്പ് ഓൺ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞു നോക്കട്ടെ. 20 കിലോ ഹെർട്സ് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ആദ്യം മുന്നിൽ കാണുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യാൻ? ബേയുടെ കൊണ്ടുപോയി ചെയ്താണ്. ഓക്കെ, ഇൻറ്റു ഏതാണ്? ഇൻറ്റു കിലോ ഹെർട്സ് അല്ലേ? കിലോ ഹെർട്സ് പറഞ്ഞാൽ എന്താ? ഇൻറ്റു 10⁻³ എഴുതി വെക്കാൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലേ? അങ്ങനെയാണ് ഞാനൊരു ക്വസ്റ്റ്യൻ എടുത്തട്ടെ. ഇതാ വീട് എൻ്റെ വക ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ 35 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 35 കിലോ ഹെർട്സ്. മകള് വേഗം പോയിട്ട് കമന്റ് ബോക്സിലേക്ക് പറഞ്ഞടാ, തീ ആക്ക് കമന്റ് ബോക്സിൽ. ഓക്കെ, എന്താ ശരി നിങ്ങൾ കിടിലാണല്ലോ. എന്താ നമ്മൾ ഏതാനും 35 ഇൻറ്റു 10⁻³ എന്ന് ചെയ്തു അല്ലേ? ഇനി അതേപോലെ ഇതാ മെഗാ ഹെർട്സ് വന്നാൽ അപ്പൊ എന്തായിരിക്കും? സെയിം രീതി എന്താ ചെയ്യണ്ടേ? ആ മുന്നിലുള്ള നമ്പർ 5 ആണ് ഏതാണ്? ഇൻറ്റു ഏതാണ്? മെഗാ എന്ന് പറഞ്ഞാൽ എത്രയാ? 10⁻6 ആണ് അല്ലേ? അപ്പൊ ഇൻറ്റു 10⁻6. അതാ ഹെർട്സ് ആണ് എഴുതിയോണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഇതാണ് നമ്മളെ മെഗാ ഹെർട്സ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കൂല എന്ന് പ്രതീക്ഷിക്കുന്ന അതിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ യൂണിറ്റ്സിന്റെ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ്സിലുള്ള എല്ലാ ടോപ്പിക്കും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ബൈ.